الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأقبل بعضهم على بعض يتساءلون قالوا إنا كنا قبل في أهلنا مشفقين അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. മക്കൾ നന്നാവേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ വിവരിക്കുകയുണ്ടായി. അതിനുള്ള നമ്മുടെ പരിശ്രമങ്ങൾ നമ്മൾ ഓരോരുത്തരുടെയും വിവാഹത്തിന് മുമ്പ് തന്നെയും തുടങ്ങേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. മാതാപിതാക്കളുടെ മതബോധവും ആ മതബോധത്തിലൂന്നിയിട്ടുള്ള ജീവിതക്രമവും മക്കളുടെ നന്നാവലിൽ അടിസ്ഥാനപരമായ കാര്യങ്ങളാണെന്ന് വിശദീകരിച്ചു. മക്കൾ അള്ളാഹു നമ്മെ ഏൽപ്പിക്കുന്ന അമാനത്താണ് എന്ന് നമ്മൾ പറഞ്ഞു വയ്ക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളിൽ ചിലതിനെ സംബന്ധിച്ചാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഒരു പിതാവ് തൻ്റെ മകനെ സംബന്ധിച്ച് അദ്ദേഹത്തോട് പരാതി പറയുകയാണ്. ഇവൻ എന്നെ കഷ്ടപ്പെടുത്തുന്നു, പറഞ്ഞാൽ അനുസരിക്കുന്നില്ല എന്നതാണ് നമുക്കൊക്കെയും ഉള്ളതുപോലെ തന്നെ സാമാന്യമായിട്ടുള്ള ഒരു പരാതി ഖലീഫയുടെ മുമ്പിൽ പറയുന്നത്. അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു ആ കുട്ടിയെ വിളിച്ചിട്ട് അവരോട് പറയുന്നുണ്ട്, മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തിയാൽ വരാനിരിക്കുന്ന അള്ളാഹുവിൻ്റെ ശിക്ഷയെ സംബന്ധിച്ചൊക്കെയും അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഖലീഫയുടെ സംസാരം തീർന്നതിന് ശേഷം കുട്ടി ചോദിക്കുന്നുണ്ട്, അമ്മാനി ഇബ്ന അലാ വാലിദിൽ ഹഖ്, മക്കളോട് പിതാവിന് വല്ല ബാധ്യതയുമുണ്ടോ എന്നാണ് കുട്ടിക്ക് അറിയേണ്ടത്. അതിന് പറഞ്ഞ മറുപടി ഉമർ റളിയല്ലാഹു പറഞ്ഞത്, അഹ്സിൻ ഉമ്മുഹു വഹസിൻ ഇസ്മുഹു വയുഅല്ലിമുഹുൽ കിതാബ. 3 കാര്യങ്ങൾ അവിടെ അദ്ദേഹം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. നിനക്ക് നല്ലൊരു ഉമ്മയെ തരിക എന്നതും നല്ല പേര് വിളിക്കുക എന്നതും അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് നിനക്ക് പഠിപ്പിച്ചു തരിക എന്നതും പിതാവിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അടിസ്ഥാനപരമായി 3 കാര്യങ്ങൾ പറഞ്ഞു. നല്ല ഉമ്മയായിരിക്കണം. നല്ല ഉമ്മയെ മക്കളുണ്ടായതിനു ശേഷം നമ്മൾ തിരയുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ ഇതെൻ്റെ ഭാര്യയായി ജീവിത പങ്കാളിയായി തിരഞ്ഞെടുക്കുന്ന പെൺകുട്ടി
എൻ്റെ മക്കൾക്ക് നല്ലൊരു ഉമ്മയായിരിക്കും എന്നുള്ള കൃത്യമായ ബോധ്യം വിവാഹം ചെയ്യാൻ പോകുന്ന ഓരോ പുരുഷനും ഉണ്ടായിരിക്കണം എന്നതാണ് ആ പറഞ്ഞതിൻ്റെ സാരമെന്ന് നമുക്കറിയാവുന്നതാണ്. രണ്ടാമത് എളുപ്പമുള്ള കാര്യമാണ് നല്ല പേര് വിളിക്കുക എന്നത്. ആ കുട്ടി തിരിച്ചു പറയുന്നുണ്ട്, എൻ്റെ ഉമ്മ എന്ന് പറയുന്നത് മജൂസിയാണ്, അഗ്നി ആരാധകയായിട്ടുള്ള ഒരു സ്ത്രീയാണ് എനിക്ക് ഉമ്മയായി ലഭിച്ചിട്ടുള്ളത്. രണ്ടാമത് പറയുന്ന ജുഅൽ എന്നാണ് എൻ്റെ പേര്. ആ പേരിന് വവ്വാൽ എന്നാണ് അർത്ഥമുള്ളത്, അല്ലെങ്കിൽ കരിവണ്ട് എന്നാണ് അർത്ഥമുള്ളത്. ഇങ്ങനെ അർത്ഥകൽപ്പനയുള്ളൊരു പേരാണ് എൻ്റെ പിതാവിന് കിട്ടിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ഹർഫ് പോലും അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. അന്നേരം കുട്ടിയുടെ കൈ വിട്ടിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ പിതാവിലേക്ക് തിരിഞ്ഞു എന്നാണ്. നിന്റെ മകൻ നിന്നെ കഷ്ടപ്പെടുത്തുന്നതായിട്ടാണ് നീ എന്നോട് പരാതി പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവൻ നിന്നെ കഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ മുമ്പായി നീ അവനെ വല്ലാതെ കഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. നമുക്കെല്ലാവർക്കും കൃത്യമായി നൽകാവുന്ന നല്ലൊരു പാഠം ഈ സംഭവത്തിലുണ്ട്. അതാണ് ഞാനത് കോട്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതിൻ്റെ ആശയം എന്ന് പറയുന്നത്, ചുമതല നിർവഹിക്കാത്ത നമ്മളൊരാളും നല്ല പ്രതിഫലം ആഗ്രഹിക്കേണ്ടതില്ല. ചുമതല നിർവഹിക്കാത്ത ഒരു പിതാവോ മാതാവോ നമ്മുടെ മക്കളിൽ നിന്ന് നല്ലത് കിട്ടണമെന്ന് ആഗ്രഹിക്കേണ്ടത് അത് വെറും പൂതി മാത്രമായിരിക്കും. അങ്ങനെ പൂതി വച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ആമുഖമായി ഞാൻ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്ന വചനം ഖുർആനിലെ 52-ാമത്തെ അധ്യായം സൂറത്ത് തൂറിലെ 25-26 വചനങ്ങളാണ്. ആ വചനങ്ങൾ സ്വർഗക്കാരായ ആളുകൾ സ്വർഗലോകത്ത് നടത്തുന്ന സംഭാഷണമാണ്. പരസ്പരം പലതും ചോദിച്ചുകൊണ്ട് അവർ പരസ്പരം അഭിമുഖീകരിക്കും. സ്വർഗത്തിലാണ് അവർ എത്തിയിട്ടുള്ളത്. എല്ലാ ആശങ്കയും അസ്വസ്ഥതകളും മാറിയിരിക്കുന്നു. സാമ്പത്തികമില്ലാത്തതും പ്രയാസവും നാളെ എങ്ങനെ ജീവിക്കുമെന്നുള്ള ഒരു ആശങ്കയുമില്ല. സ്വസ്ഥമായ സമയത്ത് അവർ പരസ്പരം അഭിമുഖീകരിക്കുകയാണ്. കാലു അവർ പറയും, ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്രിഖീൻ, തീർച്ചയായും നമ്മൾ ഇതിനു മുമ്പ്, ഈ സ്വർഗത്തിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ വീടുകളിലായിരിക്കുമ്പോൾ ഏറെ ഭക്തിയുള്ളവരായിരുന്നു, സൂക്ഷ്മതയുള്ളവരായിരുന്നു, കാര്യങ്ങളെ യഥാവിധി ബോധ്യമുള്ളവരായിരുന്നു നമ്മൾ. അതവരുടെ ഒരു ആത്മവിശ്വാസവും അവർ ഇന്നലെകളിൽ നിർവഹിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ശുഭാപ്തി വിശ്വാസത്തെ പറ്റിയുള്ളൊരു രേഖപ്പെടുത്തലുമാണത്. അങ്ങനെ സ്വർഗക്കാർ പറയുന്നത്. തൊട്ടടുത്ത വചനം, ഫമന്നല്ലാഹു അലൈന, പടച്ചവൻ നമ്മുടെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞ് നമ്മളെ കാത്തു, വവഖാന അദാബസ്സമൂം, രോമകൂപങ്ങൾ തുളച്ചു കയറുന്ന നരകാഗ്നിയിൽ നിന്ന് അതുവഴിയായി അള്ളാഹു നമ്മെ കാത്തു രക്ഷിച്ചു എന്നാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. ഈ ആയത്തിനെ വിശദീകരിച്ച മുഫസ്സിറുകൾ, ഇമാം ഇബ്നു കസീർ പറയാം, അഖ്ബലു യതഹദ്ദസൂന വയതസാഅലൂന അൻ അഅമാലിഹിം വഅഹ്വാലിഹിം ഫി ദുനിയ. അവർ പരസ്പരം സംസാരിക്കുന്നതും ചോദിക്കുന്നതും ദുനിയാവിലെ അവരുടെ അവസ്ഥകളെ സംബന്ധിച്ചും അവർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമാണ്. ഇമാം സഅദി പറയാണ്, അവരെന്താണ് പുലർത്തിയ സൂക്ഷ്മത എന്ന്. ഖായിഫീന വജലീൻ, ഭയമുള്ളവരായിരുന്നു അവർ, ഒപ്പം തന്നെ ജാഗ്രതയും അവർക്കുണ്ടായിരുന്നു. ഫതറക്നാ മിൻ ഖൗഫിഹി ദുനൂബ്, തങ്ങളുടെ ഭയപ്പാടുകൾ കൊണ്ട് അവർ അവരുടെ പാപങ്ങൾ ഒഴിവാക്കിയവരാണ്, ഉപേക്ഷിച്ചവരാണ്. വഅസ്ലഹനാ ലിദാലിക്കൽ ഉയൂബ്, ജീവിതത്തിൽ വന്നു പോകുന്ന പോരായ്മകൾ, എവിടെ നിന്നെങ്കിലുമൊക്കെ ഉത്ബോധനങ്ങൾ കേൾക്കുമ്പോൾ ആ പോരായ്മകൾ പരിഹരിച്ചവരായിരുന്നു അവർ. ഇതെല്ലാം നമുക്കുള്ള കൃത്യമായ പാഠങ്ങളാണ്. ആ ഒരവസ്ഥയിലേക്ക് എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തെ നാളെ നയിക്കാൻ എനിക്കും നിങ്ങൾക്ക് കഴിയണം എങ്കിൽ ഈ പറഞ്ഞതൊക്കെയും നമ്മൾ ജീവിതത്തിൽ വച്ചു പുലർത്തേണ്ടതുണ്ട്. പാരൻറ്റിങ് എന്ന് പറയുന്നത്, കുട്ടികളുടെ ശിക്ഷണം എന്ന് പറയുന്നത് 2 വിധത്തിലാണുള്ളത്.
ആധുനിക കാലഘട്ടത്തിൽ. അതിലൊന്ന് പറയുന്നത് ലേണിംഗ് പാരന്റ് എന്നാണ്. പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ കാലഘട്ടത്തിലെ രക്ഷിതാക്കൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തമാണ് പറയുന്നത്. നമ്മൾ ഇനിയും ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. പുതിയ കാലഘട്ടങ്ങളിൽ കുട്ടികൾ വഴികേടിലേക്ക് പോകുന്ന നവങ്ങളായിട്ടുള്ള ഒരുപാട് ആധുനിക സംവിധാനങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ചെല്ലാം വളരെ കൂലങ്കഷമായി അറിയുന്നവരും കൃത്യമായി ഇടപെടുന്നവരുമായി നമ്മൾ മാറേണ്ടതുണ്ട്. ഒന്നാമത്തെ ധാരണ അങ്ങനെയാണ്. രണ്ടാമത് പറയുന്ന ടീച്ചിങ് പാരന്റ് എന്നുള്ളതാണ്. തനിക്കെല്ലാം അറിയാം, താൻ പറയുന്ന പോലെ മക്കൾ കേൾക്കണം എന്ന രീതിയിൽ വളരെ ഒരു പട്ടാള ചിട്ട പോലെ കുടുംബങ്ങളെ കൊണ്ടു നടക്കുന്ന ആളുകൾ. അതും ഒരു മെത്തേഡാണ്. പക്ഷേ ആ മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് കുട്ടിയുമായിട്ടുള്ള അകലം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളുടെ അധികാരവും നമ്മൾ പറഞ്ഞാൽ മക്കൾ കേൾക്കുമെന്നുള്ള ആ ഒരു ചിന്താഗതിയും ഒക്കെയും പല രക്ഷിതാക്കളും ഈ രീതിയിലാണ് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അവരൊരു വര വരക്കും, ആ വരയുടെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല, ഇപ്പുറത്തന്നെ നിൽക്കണം എന്നിങ്ങനെ ശാഠ്യം പിടിക്കും. സ്വാഭാവികമായും നമ്മുടെ ശ്രദ്ധ തെറ്റുന്നിടത്തൊക്കെയും കുട്ടികൾ അത്തരം എല്ലാ രേഖകളെയും അതിലംഘിക്കാൻ, അതിർവരമ്പുകൾ തെറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല ആ കുട്ടികൾ ചിന്തിക്കുക തങ്ങളുടെ രക്ഷിതാക്കൾ തങ്ങളുടെ ശത്രുക്കളാണ് എന്നടക്കം. ഹിറ്റ്ലറിൻ്റെ ജീവിത കഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ കൈകൾക്ക് ബലം കിട്ടുന്ന ദിവസം ഞാൻ എൻ്റെ അച്ഛനെ കൊല്ലുമെന്ന്. ഹിറ്റ്ലർ എന്ന് പറയുന്ന ഏറ്റവും വലിയ കുറ്റവാളിയായി തീരുന്നതിൻ്റെ പിന്നിലുള്ള അനേക കാരണങ്ങളിൽ ഒരു കാരണം പറയുന്നത് രക്ഷിതാക്കളുടെ വളരെ കൃത്യമായിട്ടുള്ള കർക്കശമായിട്ടുള്ള അത്തരം പെരുമാറ്റങ്ങളാണ് എന്നതാണ്. അവിടെയാണ് ഇസ്ലാമികപരമായിട്ടുള്ള ഒരു പാരന്റിങ്ങിനെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായി അവബോധമുള്ളവരായി തീരേണ്ടത്. ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകത്തിൻ്റെ പേര് ടോട്ടോച്ചാൻ എന്നുള്ളതാണ്. ആ പുസ്തകത്തിൻ്റെ ആശയം എന്ന് പറയുന്നത് വളരെ അനുസരണയില്ലാത്ത കുസൃതിക്കാരനായ ഒരു കുട്ടിയിൽ ആ കുട്ടിയുടെ അമ്മയും അവനെ പഠിപ്പിക്കുന്ന അധ്യാപകനും ചെലുത്തുന്ന സ്വാധീന നിമിത്തം ആ കുട്ടിയിലുണ്ടാക്കുന്ന പരിവർത്തനമാണ് ആ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ആ പുസ്തകം ജുവൈനർ ഹോമിൽ തടങ്കലിൽ കഴിയുന്ന ഒരു 9ാം ക്ലാസ്സുകാരനായ കുട്ടി വായിക്കുകയാണ്. എന്നിട്ട് വായിച്ചിട്ട് അദ്ദേഹം ആ പുസ്തകത്തിൻ്റെ പ്രസാധകർക്കൊരു കത്തെഴുതുന്നുണ്ട്. ടോട്ടോച്ചാൻ്റെ അമ്മയെപ്പോലൊരു അമ്മയും കൊയേബാഷി മാഷിനെ പോലൊരു മാഷും എനിക്കില്ലാതെ പോയതാണ് ഞാൻ ഈ ജയിലിൽ എത്തിച്ചേരാനുണ്ടായ കാരണമെന്ന് ആ കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ ഇടപെടലുകളിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്. കുട്ടികളിൽ നമ്മൾ ചെലുത്തേണ്ട സ്വാധീനത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. പഴയ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരു വിദ്യാലയം തുടങ്ങിയാൽ 1000 കുറ്റവാളികളെ ഇല്ലാതാക്കാൻ ആ വിദ്യാലയത്തിന് കഴിയുമെന്നാണ്. ഒരു വിദ്യാലയത്തിലൂടെ 1000 കുറ്റവാളികളെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയുമെന്നതാണ്. എന്നാൽ പുതിയ കാലഘട്ടത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ ഗുരുനാഥന്മാർ, നമ്മുടെ അധ്യാപകർ, അവർ ഷണ്ഡീകരിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെയും എൻ്റെയും കുട്ടി എന്ത് തെറ്റ് ചെയ്താലും അധ്യാപകൻ നിസ്സംഗനായി നോക്കി നിൽക്കുന്നൊരവസ്ഥയുണ്ട്. വയനാട് ജില്ലയിലെ ഒരു അധ്യാപകൻ്റെ തിരിച്ചറിവിൻ്റെ 2 ആഴ്ചകൾ എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് കുറിപ്പ് നമ്മൾ വായിക്കാനിടയായി. അദ്ദേഹം കുട്ടികൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഇടപെട്ടതിന് ശേഷം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള മെമ്മോയുടെ അടിസ്ഥാനത്തിൽ കേസ് പോവുകയും അദ്ദേഹത്തെ 2 ആഴ്ച റിമാൻഡ് ചെയ്യുകയും ചെയ്തതിനെ സംബന്ധിച്ചാണ്. തിരിച്ചറിവുകൾ ലഭിച്ച 2 ആഴ്ച എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, അധ്യാപകൻ എന്ന് പറയുന്നത് ശമ്പളം വാങ്ങാൻ പോകാൻ ജോലി ചെയ്യാം, കുട്ടി എന്ത് ചെയ്താലും നോക്കേണ്ടതില്ല, എന്ത് അശ്ലീലം കാണിച്ചാലും എന്ത് ചെയ്യാലും. ആ ഒരു അവസ്ഥയിലേക്ക് പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹം മാറിപ്പോയിട്ടുണ്ട്. ഈ മാറിയ സമൂഹത്തിൽ നിന്ന് വലിയ പ്രതീക്ഷയൊന്നും നമ്മൾ വച്ചു പുലർത്തേണ്ടതില്ല. ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം പാലക്കാട് ജില്ലയിൽ നിന്നാണ്. ഇവിടെ ഒരു കുട്ടി തൻ്റെ പ്രധാന അധ്യാപകൻ്റെ മുന്നിലിരുന്ന അധ്യാപകനെ വെല്ലുവിളിക്കലാണ്. താങ്കൾ അത് ചെയ്തില്ലെങ്കിൽ പുറത്തു വന്നാൽ
കാണിച്ചു തരാമെന്നാണ് പറയുന്നത്. നമ്മുടെ വിദ്യാലയങ്ങൾ മാറിപ്പോകുന്ന 1000 കുറ്റവാളികളെ ഇല്ലാതാക്കാൻ പറ്റുമെന്ന് പറയുന്നിടത്തേക്ക് 10,000 കുറ്റവാളികളെ ഉണ്ടാക്കുന്ന ദുർഗുണ കേന്ദ്രങ്ങളായി വിദ്യാലയങ്ങൾ മാറിപ്പോയിട്ടുണ്ട് എങ്കിൽ നമ്മളൊക്കെയും ഉത്തരവാദികളാണ് എന്നത്. അബ്രഹാം ലിങ്കൺ തൻ്റെ കുട്ടിയെ കൊണ്ടുപോയി സ്കൂളിലാക്കുമ്പോൾ അധ്യാപകന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, എൻ്റെ കുട്ടി തോക്കാൻ പഠിക്കട്ടെ. ജീവിത അനുഭവങ്ങളെ കൃത്യമായി ഉൾക്കൊള്ളാൻ കുട്ടി പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് അമേരിക്കയിലെ പഴയകാല പ്രസിഡൻ്റായിട്ടുള്ള അബ്രഹാം ലിങ്കൺ തൻ്റെ കുട്ടിയിലൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത്. ആ പഴയ കാലമൊക്കെ പോയി. പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഈ രീതിയിലാണ് ശീലിച്ചു വരുന്നത്. അതിൻ്റെ ദുരവസ്ഥകൾ നമ്മളൊന്നായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അടിസ്ഥാനപരമായ ആദർശബോധം അത് കൃത്യമായി മനസ്സിലാക്കാൻ നമ്മുടെ വീടുകൾക്ക് കഴിയും. അവിടെയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് കുട്ടി പറഞ്ഞത്, എൻ്റെ ഉമ്മ ഒരു മജൂസിയാണ് എന്ന് പറയുന്നിടത്തേക്ക് എൻ്റെ ഉമ്മ ഒരു ഏകദൈവ വിശ്വാസിയാണ് എന്ന് പറയാൻ പറ്റുന്ന എത്ര രക്ഷിതാക്കളുണ്ട് നമ്മൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഇനി ഒരാളെയും ഒഴിവാക്കാൻ വേണ്ടി പറയലല്ല, നന്നാക്കി എടുക്കുന്നതിൻ്റെ ഭാഗമാണ്. മഹാനായ യക്കൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ മരണാസന്നനായി കിടക്കുമ്പോൾ നടത്തിയ വസിയത്ത് ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറ ബഖറയിലെ 133-ാമത്തെ വചനത്തിൽ ഇങ്ങനെ വായിക്കാം, അം കുൻതും ശുഹദാ ഇദ് ഹദറ യക്കൂബൽ മൗത്ത്. യക്കൂബ് നബി അലൈഹിസ്സലാം മരണാസന്നനായി കിടന്നപ്പോൾ നിങ്ങൾ അവിടെ സാക്ഷികളായിരുന്നു എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഇത് കാലലി ബനി, അദ്ദേഹം തൻ്റെ മക്കളോട് പറഞ്ഞ സന്ദർഭം, മാ തഅബുദൂന മിൻ ബഅദി, എൻ്റെ കാലശേഷം നിങ്ങൾ ആരെയായിരിക്കും ആരാധിക്കുക എന്നതാണ്. ചോദിക്കാൻ ഒരു ചോദ്യമില്ലാതെ ആകെ ഒറ്റ ചോദ്യം ഉണ്ടായിട്ട് നിൽക്കലല്ല. ഒരുപാട് സംഭവങ്ങൾ നമ്മളെക്കാൾ കൂടുതലായി 12 മക്കളുള്ള യാക്കൂബ് നബിക്ക് ഉണ്ടാവുമല്ലോ. എന്നിട്ട് അതൊന്നും ചോദിക്കാതെ ആ മക്കളുടെ ദുനിയാവിയായിട്ടുള്ള പല കാര്യങ്ങളും ചോദിക്കാതെ ആദർശത്തെ സംബന്ധിച്ച് കൃത്യമായ മൗലികമായ അടിത്തറയെ സംബന്ധിച്ച് ചോദിക്കുക. കാലു അവർ പറഞ്ഞു, നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക, താങ്കളുടെയും താങ്കളുടെ പിതാവായ ഇബ്രാഹിമിൻ്റെയും ഇസ്മായിലിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ആരാധ്യനായ ഇലാഹൻ വാഹിദ, ആ ഒരൊറ്റ ഇലാഹിലേക്കായിരിക്കും ഞങ്ങൾ ആരാധിക്കുക. വനഹന ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അവന് കീഴടങ്ങിയ 1-ാം നമ്പർ മുസ്ലിങ്ങളാണ് എന്നത്. ഈ ഒരു ബോധത്തിൽ ഞാൻ കടന്നു വന്ന വഴികളിലൂടെ എൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് എൻ്റെ മക്കൾ കൂടെ ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് എങ്കിൽ സമാധാനമായിട്ട് നമുക്ക് അവിടെ പോയാൽ ഇരിക്കാൻ കഴിയും. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തത്തെ സംബന്ധിച്ച് വീണ്ടും പറയുന്നുണ്ട്, മാമിൻ മൗലദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര, ഒരൊറ്റ കുട്ടിയില്ല ശുദ്ധമായ പ്രകൃതിയുടെ അല്ലാതെ ജനിക്കുന്നതായി. എന്ന് വെച്ചാൽ എല്ലാ മക്കളും ഈ ഭൂമുഖത്തേക്ക് വരുന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ്, ക്ലീൻ സ്ലൈറ്റായിട്ട് വരുന്നത്. മനസ്സ് എന്ന് പറയുന്നത് വളരെ സംശുദ്ധമായിട്ടുള്ള ഒരു A4 ഷീറ്റ് പോലെ വളരെ വൃത്തിയായിട്ട് വരുന്നത്. ഫഅബവാഹു യുവഹിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി, അവൻ്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദിയോ ക്രൈസ്തവനോ മജൂസിയോ ഒക്കെ ആക്കി തീർക്കുന്നത് എന്നതാണ്. അപ്പോൾ ഈ സംശുദ്ധതയിൽ നിന്ന് തെറ്റിപ്പോകുന്നതിൽ ഒരു കുട്ടിയുടെ ആദർശബോധത്തിൽ മാതാപിതാക്കളെക്കാൾ സ്വാധീനം ചെലുത്താൻ പറ്റിയ മറ്റാരുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ഒരു കരുതൽ, ആ ഒരു ബോധം എത്ര കണ്ട് സൂക്ഷ്മമായി അവിടെ എനിക്കും നിങ്ങൾക്കും ഇടപെടാൻ കഴിയുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. കുട്ടി ജനിക്കുമ്പോൾ നമ്മൾ ബാങ്ക് വിളിക്കാറുണ്ട്. കലിമത്ത് തൗഹീദിൻ്റെ വചനം നമ്മൾ കുട്ടിയെ കേൾപ്പിക്കുകയാണ്. കൃത്യമായ നെയ്യത്തും കൃത്യമായിട്ടുള്ള അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇത് വരേണ്ടത് ഈ റൂട്ടിൽ തന്നെയാണ് എന്നത്. ഒപ്പം തന്നെ നല്ല പേര് നമ്മൾ ചൊല്ലി വിളിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, സഈദ് ബിൻ മുസയ്യിബ് ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം താബിഈയാണ്. അദ്ദേഹത്തിൻ്റെ പിതാമഹൻ്റെ ഒരു പേര് ഹസൻ എന്നാണ്. ഹസൻ അല്ല, ഹസൻ. ഹസൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദുഃഖിതൻ എന്നാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അദ്ദേഹം ചെല്ലുമ്പോൾ പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, മസ്മുഖ്, എന്താണ് താങ്കളുടെ പേര് എന്ന്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് ഹസൻ എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ബൽ അൻത സഹലുൻ, താങ്കൾ ദുഃഖിതനല്ല, താങ്കൾ എളുപ്പമുള്ളവനാണ്. അദ്ദേഹത്തിൻ്റെ പേര് മാറ്റാൻ പ്രവാചകൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പിതാമഹൻ പറഞ്ഞു, ഇതെൻ്റെ വാപ്പ ഇട്ട പേരാണ്, അതുകൊണ്ട് പേര് മാറ്റുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബി പറയാം, ജീവിതത്തിൽ ഞങ്ങൾ അദ്ദേഹത്തെ കാണുന്നത് ഇപ്പോഴും ഒരു ദുഃഖിതനായിക്കൊണ്ടല്ലാതെ ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. അപ്പം നമ്മൾ നമ്മുടെ മക്കളെ വിളിക്കുമ്പോൾ പരലോകത്ത് അല്ലാഹു പേര് ചൊല്ലി തങ്ങളുടെ പിതാക്കളിലേക്ക് ചൊല്ലി വിളിക്കുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. നമ്മുടെയൊക്കെ ഭാര്യമാർ നമ്മുടെ പേരോട് ചേർത്ത് വിളിക്കൽ ഇസ്ലാമികമായ സംസ്കാരമല്ല അത്. സ്വന്തം പിതാക്കളിലേക്ക് ചേർത്ത് വിളിക്കുന്ന രീതിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു തരുന്നത്. ആ രീതിയിൽ മക്കൾക്ക് നല്ല പേരെടുത്ത് കൊടുക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. മോശമായിട്ടുള്ള പേരുകളെ പ്രവാചകൻ തിരുത്തിയിട്ടുണ്ട്. ആസിയ എന്ന് പറഞ്ഞൊരു പെണ്ണ് വന്നു. ആസിയ എന്ന് പറഞ്ഞാൽ അനുസരണക്കേട് കാണിക്കുന്നവളെന്നാണ്. നമ്മളത് ആസിയ എന്ന് പറയാറുണ്ട്. ഐൻ സീൻ ആയി കഴിയുമ്പോൾ വരുന്ന വ്യത്യാസമാണോ പറയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ ഒരിക്കലും ആസിയയല്ല, ജമീലയാണ്, ഭംഗിയുള്ളവളാണ് എന്ന് പറഞ്ഞ് തിരുത്തി കൊടുത്തതായി മറ്റൊരു ഹദീസ് വചനത്തിൽ കാണാം. അല്ലാഹുവിൻ്റെ റസൂല് പറയാം, മര്യാദ പഠിപ്പിക്കുക, പേര് നല്ലതാക്കുക എന്നത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. 7-ാം ദിവസം പേര് വിളിക്കുകയും ഹഖീഖ അർക്കുകയും ചെയ്യുക എന്നത് അള്ളാഹുവിൻ്റെ റസൂൽ മാതാപിതാക്കളുടെ പിതാവിൻ്റെ ഉത്തരവാദിത്തമായി രേഖപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, നല്ലത് തിന്നാൻ കൊടുക്കണം എന്നുള്ളതാണ്. പലപ്പോഴും പല വിഷയങ്ങളും പറയുന്നിടത്ത് നമ്മളത് പറഞ്ഞു പോകാറുണ്ട്. ഹറാമുകൾ കൊണ്ട് ഊട്ടപ്പെടുന്ന തടി അത് നരകത്തിലേക്ക് വേണ്ടതേ അതിൽ നിന്നുണ്ടാക്കാൻ കഴിയുകയുള്ളൂ. നരകവുമായി അഭേദ്യമായ ബന്ധം ആ തടിക്കുണ്ടാവും. അതുകൊണ്ട് മക്കളുടെ വായിൽ നമ്മൾ വച്ചു കൊടുക്കുന്നത് പൂർണ്ണമായും അനുവദിക്കപ്പെട്ടതാണ് എന്ന ബോധ്യമുള്ളതേ തിന്നാൻ കൊടുക്കാൻ പാടുള്ളൂ. ഭക്ഷണം ഏതുമായിക്കൊള്ളട്ടെ, അനുവദിക്കപ്പെട്ട ഭക്ഷണങ്ങളിൽ ലഭിച്ച സോഴ്സും അനുവദനീയം തന്നെയായിരിക്കണം. മറ്റൊരാളുടെ അവിഹിതമാകാൻ പാടില്ല, വേറൊരാളുടെ ഹക്കാകാൻ പാടില്ല. അതൊക്കെയും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കുട്ടികളുടെ മൈൻഡ് എന്ന് പറയുന്നത് സ്പോഞ്ച് പോലെയാണ്. സ്പോഞ്ച് വെള്ളം ഒപ്പിയെടുക്കുന്നത് പോലെ എൻ്റെയും നിങ്ങളുടെയും മക്കൾ പരിസരങ്ങളിൽ കാണുന്നതെല്ലാം കൃത്യമായി സ്വാംശീകരിക്കാൻ അവരുടെ മനസ്സ് പാകപ്പെട്ടതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, നല്ല പേര് വിളിക്കുന്നതോടൊപ്പം തന്നെ നല്ല ഇടങ്ങളിൽ താമസിപ്പിക്കുക എന്ന്. നല്ല ഇടം താമസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശീതീകരിച്ച AC മുറികളിൽ താമസിപ്പിക്കണം എന്നല്ല എന്ന് നമുക്കറിയാം. നല്ല കൂട്ടുകാർ, നല്ല ചുറ്റുവട്ടങ്ങൾ, നല്ലത് കാണാനും കേൾക്കാനും പറ്റിയിട്ടുള്ള സാഹചര്യങ്ങളിൽ കുട്ടികൾ വളരാൻ സൗകര്യമൊരുക്കണം. ആധുനിക കാലഘട്ടത്തിൽ പഠനങ്ങൾ പറയുന്നത് ഒരു കുട്ടി മോശമാകുന്നത് ആദ്യമായി മോശമാകുന്ന അവനവൻ്റെ വീട്ടിൽ വെച്ചാണെന്ന്. ആവശ്യമില്ലാത്തതും മോശമായതുമെല്ലാം കാണാനും കേൾക്കാനും പറ്റിയ ഇടമായി നമ്മുടെ വീടുകൾ മാറിപ്പോകുന്നുണ്ട്. പഴയ കാലഘട്ടത്തിൽ നമ്മളതിന് പഴിക്കലൊരു TV-യിലേക്കായിരുന്നു. പുതിയ കാലഘട്ടത്തിൽ എൻ്റെയും നിങ്ങളുടെയും കൈകളിലുള്ള മൊബൈലുകൾ ഏറെ സമ്പന്നമാണ്. അതേപോലെ നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും ഒക്കെയും ഈ ലോകത്ത് നടക്കുന്ന എല്ലാ അശ്ലീലതകളെയും നമ്മുടെ ടേബിളിൻ്റെ മുമ്പിലേക്ക് നമുക്ക് പാകപ്പെടുത്തി എടുക്കാവുന്ന രീതിയിലേക്ക് ഒരുക്കി കൊണ്ടുവരാൻ കഴിയുന്നവരാണ്. ആരാണ് ഇവിടെ നിയന്ത്രിക്കാനുള്ളത്? ആരാണ് എൻ്റെയും മക്കളെയും നോക്കാനുള്ളത്? അവിടെ നിയന്ത്രിക്കാൻ അവരെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു ആദർശബോധം പോലും കൊടുക്കാതെ എല്ലാ നവനവങ്ങളായിട്ടുള്ള സാങ്കേതിക വിദ്യകളും നമ്മുടെ സമ്പത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഒക്കെ സിമ്പലുകളായി നമ്മൾ വകവച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ദുര്യോഗം എന്ന് പറയുന്നത് ഇതും ഇതിലപ്പുറവുമായിരിക്കും. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മക്കളോടുള്ള കടമകൾ പറയുന്നിടത്ത് അല്ലിമഹു സബ്അൻ, 7 വയസ്സാകുമ്പോൾ അവരെ നിങ്ങൾ പഠിപ്പിക്കണം. എന്തൊക്കെ പഠിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. നമസ്കാരത്തെ പറ്റി അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, മുറു ഔലാദക്കും ബിസബഈൻ, 7 വയസ്സാകുമ്പോൾ മക്കളോട് നിങ്ങൾ നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം.
അതേപോലെ തന്നെ ഖുർആൻ പാഠം അവരെ പഠിപ്പിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. ഇതൊക്കെയും ചെയ്തു കൊടുക്കേണ്ട നല്ല കാലങ്ങളാണ് പറയുന്നത്. ആ 7 വയസ്സ് വെറുതെ ഇങ്ങനെ ആടാനും പാടാനും തിമർക്കാനും ഡാൻസ് വയ്ക്കാനും മാത്രമായി മാറ്റിവെക്കാൻ പാടില്ല. തിരിച്ചറിവുകൾ നൽകേണ്ടുന്ന പ്രാഥമികമായ ഘട്ടമാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. മറ്റൊരു സംഗതി എന്ന് പറയുന്നത് മക്കളെ ഡീഗ്രേഡ് ചെയ്യരുത് എന്നതാണ്. എൻ്റെ കുട്ടി മോശമാണെന്ന് ഞാൻ തന്നെ പറഞ്ഞാൽ ആ മോശക്കാരനായ കുട്ടിയെ സമൂഹത്തിന് ആവശ്യമില്ല. നിങ്ങളുടെ കുട്ടി നിങ്ങൾ തന്നെ പറയുന്നവൻ മോശമാണ് എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ആ കുട്ടിയിലേക്ക് നല്ല ശുഭാപ്തി വിശ്വാസം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഒരിക്കലും അത് പാടില്ല എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളുമൊത്ത് കളിച്ചിരുന്നു. പ്രവാചകൻ ആന കളിച്ചിരുന്നു. പ്രവാചകന്റെ പേരക്കിടാവിന്റെ പ്രവാചകൻ മുതുകിൽ കയറ്റി വെച്ച് ഒരു അഴറാബിയായ മനുഷ്യൻ വന്ന് നോക്കുമ്പോൾ പ്രവാചകൻ ആ കുട്ടിയെ ഇങ്ങനെ ചുമലിൽ വെച്ചുകൊണ്ട് കയ്യും കാലും ഓന്നി പ്രവാചകൻ റൂമിലൂടെ നടക്കുകയാണ്. അയാൾ പറയുന്നുണ്ട്, കുട്ടി നിന്റെ വാഹനം വളരെ നന്നായി പോയല്ലോ, കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വണ്ടിയാണല്ലോ നീ എടുത്തിട്ടുള്ളത് എന്നും. ആദരവായ റസൂൽ അദ്ദേഹത്തെ തിരിച്ചു കൊടുക്കുകയാണ്. വണ്ടി മാത്രമല്ല നല്ലത്, വണ്ടിയുടെ മുകളിലിരിക്കുന്നവൻ നല്ലവൻ തന്നെ. ഒരു കൃത്യമായ പാഠമാണ് കൊടുക്കുന്നത്. തൻ്റെ കുട്ടി മോശക്കാരനല്ല, നല്ലവനാണ് എന്ന് തന്നെയാണ്. ഉഹദ് യുദ്ധത്തിൻ്റെ വേളയിൽ പ്രവാചകൻ തൻ്റെ വരികൾ നോക്കുകയാണ്. അത് 2 ചെറുപ്പക്കാരായ കൗമാരക്കാരായ ആളുകൾ പെരുവരലിൽ ഊരി നിന്നുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച തങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പൊക്കം കാണിക്കുകയാണ്. റസൂൽ അത് 2 പേരെയും ചെവിക്ക് പിടിച്ചു. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ദ്വന്ദ്വ യുദ്ധം നടത്തി ഞങ്ങളുടെ കഴിവ് തെളിയിക്കാം പ്രവാചകരെ. അങ്ങനെ 2 പേരും പ്രവാചകന്റെ മുന്നിൽ അവർ മൽപ്പിടുത്തം നടത്തുകയാണ്. അതിലെ സമ്രത്തിനെ പ്രവാചകൻ സ്വീകരിച്ചു. അദ്ദേഹമാണ് ജയിച്ചത്. റാഫിയെ പ്രവാചകൻ പറഞ്ഞയച്ചു. റാഫിയ വീട്ടിലേക്ക് പോകുമ്പോൾ ആ പോകുന്നതിനേക്കാൾ തിരക്കിൽ തൻ്റെ പിതാവിനെയും കൂട്ടി റാഫിയ പ്രവാചകന്റെ സന്നിധിയിൽ വരും. ആ പിതാവ് പ്രവാചകനോട് പറയുന്നുണ്ട്, എൻ്റെ മകൻ റാഫിയ ഉണ്ടല്ലോ, നല്ല ഒന്നാന്തരം അമ്പെയ്ത്തുകാരനാണ് എന്ന്. തൻ്റെ കുട്ടിയെ സംബന്ധിച്ച് ഒരു ഗെയിമിൽ പങ്കെടുക്കാനല്ല, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ജീവൻ വച്ചുള്ള ഒരു പോരാട്ടത്തിലേക്ക് മകനെ പറഞ്ഞയക്കാൻ, കേവലം കൗമാരക്കാരനായ മകനെ പറഞ്ഞയക്കാൻ ആ പിതാവ് പറയുന്നത് അവൻ്റെ കഴിവിനെ എടുത്തുദ്ധരിച്ചുകൊണ്ടാണ്. ആലോചിച്ച് നോക്കൂ. പിൽക്കാലത്ത് പറയുന്നുണ്ട്, ഈ റാഫി ബിൻ ഖദീജ് മുസ്ലിം സൈന്യത്തിലെ എണ്ണപ്പെട്ട അല്ലെങ്കിൽ എണ്ണമറ്റ ഏറ്റവും പ്രധാനപ്പെട്ട അഗ്രഗണ്യനായ അമ്പെയ്ത്തുകാരനായി അദ്ദേഹം മാറിയിട്ടുണ്ട് എന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഡീഗ്രേഡ് ചെയ്യാൻ പാടില്ല എന്നതാണ്. അവൻ മോശക്കാരൻ, അവൻ്റെ കാര്യമൊന്നും പറയേണ്ടതില്ല, അവനല്ലെങ്കിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല, അവിടെ കൂടെ ചേർത്തിട്ട് കാര്യമില്ല എന്നൊന്നും പറയുന്നത് ഒരിക്കലും പാടില്ല എന്നതാണ്. നമ്മൾ നേരത്തെ പഠിപ്പിച്ച അല്ലെങ്കിൽ പറഞ്ഞ ടോട്ടോച്ചാൻ്റെ കഥയിൽ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഒരു സ്കൂളിൽ നിന്ന് കുട്ടിയെ ഒഴിവാക്കുകയാണ്. അപ്പം അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്തിനാണ് അമ്മേ എൻ്റെ അടുത്ത് ഇനി മുതൽ ആ സ്കൂളിൽ ചെല്ലേണ്ടതില്ല എന്ന് മാഷ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോനിക്ക് പഠിക്കാൻ പറ്റിയ സ്കൂൾ ഇതല്ല, ഇതിനേക്കാൾ സൗകര്യമുള്ള സ്കൂളിലാക്കണമെന്നാണ് സാറ് പറഞ്ഞത് എന്ന്. അങ്ങനെ ഗുണപരമായി പോസിറ്റീവായി കുട്ടിയെ ചിന്തിപ്പിക്കാനും പറഞ്ഞു കൊടുക്കാനും പറ്റുന്ന അവസ്ഥയിലേക്ക് രക്ഷിതാക്കൾ മാറേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ഒന്നിലധികം മക്കളുള്ള നമ്മളൊക്കെയും മക്കളുടെ കാര്യത്തിൽ നീതി പാലിക്കുക എന്നത്. അറാബിയായൊരു മനുഷ്യൻ തൻ്റെ കുട്ടിയിൽ ഒരാളെ കൊണ്ടുവന്ന് പ്രവാചകന്റെ മുന്നിൽ വെച്ച് അവനൊരു സമ്മാനം നൽകുകയാണ്. റസൂലിനോട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഈ മകന് കൊടുക്കുന്ന സമ്മാനത്തിന് താങ്കൾ സാക്ഷിയാകണമെന്ന്. റസൂൽ ചോദിക്കുക, എനിക്ക് എത്ര മക്കളുണ്ട് എന്ന്. എനിക്ക് 5 മക്കളുണ്ടെന്ന് അയാൾ പറയാം. 5 പേർക്കും ഈ സമ്മാനം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ആ 5-ൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ഇവനാണ് എന്ന് പറയുന്നത്. നമുക്കും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഒരാളെ നമ്മൾ വാപ്പാടെ ആളായിട്ട് കാണും, അല്ലെങ്കിൽ ഉമ്മാടെ ആളായിട്ട് കാണും. എന്നിട്ട് ഇങ്ങനെ ആ കുട്ടിയെ മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ച് തന്നെ നമ്മളിങ്ങനെ നമ്മുടെ പെറ്റായി നമ്മളിങ്ങനെ കൊണ്ടു നടക്കണം. ആ രീതി ഇസ്ലാമികമല്ല എന്നതാണ്. അത് കൃത്യമായ നീതിയുടെ ഭാഗവുമല്ല. കുട്ടികളുടെ കാര്യത്തിൽ നീതി പാലിക്കണം. പ്രവാചകൻ പറയാം, ഫലാ തശ്ഹുദ്നി ഇദൻ വ ഇന്നി ലാ അശ്ഹദു അലാ ജൗരിൻ. അനീതിക്ക് ഒരിക്കലും ഞാൻ സാക്ഷിയാവില്ല. അതുകൊണ്ട് 5 മക്കൾക്കും കൊടുക്കുന്നില്ല എങ്കിൽ ഈ ഒരു അനീതികരമായ കാര്യത്തിൽ ഞാൻ ഒരിക്കലും സാക്ഷിയാവില്ല എന്ന് പറയാം. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ
നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു തിരിക്കുകയാണ്, റസൂൽ പറഞ്ഞതായി, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം. വഅദിലു ബൈന ഔലാദിക്കും, മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ നീതി പാലിക്കേണ്ടതുണ്ട്. എത്ര കൃത്യമായിട്ടുള്ള പാഠമാണ് നമ്മൾ ആലോചിച്ച് നോക്കാം. അതേപോലെ തന്നെ അനന്തരാവകാശ സ്വത്ത് നടക്കുമ്പോൾ ഏത് നാട്ടിലാണ്, ഏത് മുസ്ലിം സമൂഹത്തിലാണ് അള്ളാഹുവിൻ്റെ കിതാബിൽ പറഞ്ഞതുപോലെ കൃത്യമായി അനന്തരാവകാശങ്ങൾ വിധിച്ചു കൊടുക്കുന്നത്? വളരെ അപൂർവമായ കുടുംബങ്ങളിൽ ഉണ്ടാവുള്ളൂ. അധിക ആളുകളും നാട്ടിലെ മാമൂലനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്കറിയില്ല. എന്നാൽ ആ ഒരു തെറ്റായ രീതി നമ്മൾ ഒഴിവാക്കണം. ഒരാൾ ദീനിൻ്റെ എല്ലാ ഭാഗവും ശ്രദ്ധിച്ചു, പക്ഷെ അനന്തരാവകാശങ്ങളുടെ കാര്യത്തിൽ അയാൾ അനീതി കാണിച്ചാൽ അയാൾ നരകത്തിലാണെന്ന് പറയുന്ന ഹദീസുണ്ട്. അപ്പോൾ വളരെ ഗൗരവമുള്ള കാര്യമാണ് മക്കളുടെ കാര്യത്തിൽ നീതി പാലിക്കുക എന്നത്. അതേപോലെ വീടകങ്ങളിൽ നമ്മൾ വീട്ടിൽ ഏറ്റവും നല്ല സൗഹൃദ വലയം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. പുറത്ത് നമ്മൾ ഏറ്റവും നല്ല മാന്യനായിരിക്കും, യോഗ്യനായിരിക്കും, എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായിരിക്കും. അതേ ആൾ തന്നെ വീട്ടിൽ വളരെ മോശക്കാരനാണെങ്കിലോ? റസൂൽ പറയാ, ഹൈറുക്കും ഹൈറുക്കുൽ ലിഅഹ്ലി, നിങ്ങളുടെ ഏറ്റവും നല്ലവൻ തൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. റസൂലെ സ്വന്തം സാക്ഷ്യപ്പെടുത്തുക, വഅന അഹൈറുക്കും അഹ്ലി, എൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ആളാണ് ഞാൻ എന്ന് പ്രവാചകൻ പറയാണ്. നമ്മൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം, വീട്ടിൽ 2 തലമുറയിലെ ആളുകൾ ഉണ്ടാകുമ്പോൾ പ്രായമായ നമ്മുടെ അപ്പയും അമ്മയും അതേപോലെ നമ്മളുടെ ഏറ്റവും ഇളയ തലമുറയിലുള്ള മക്കളോ അതല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ മക്കളോ ഉണ്ടായാൽ വലിയ പ്രശ്നമായിരിക്കും. 2 പേരുടെയും തലമുറകളുടെ വിടവാണ് ഈ പറയുന്നത്, ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം പ്രശ്നങ്ങളെയൊക്കെ എത്രയോ ഭംഗിയായി അതേപോലെ ഏറ്റവും നല്ല ആസൂത്രണത്തോടു കൂടിയാണ് പ്രവാചകൻ കൈകാര്യം ചെയ്യുന്നത്. ബുഖാരി മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയാ, ലൈസ മിന്നാ മൻ ലം യർഹം സഗീറൻ, നമ്മളുടെ ഇളയവരോട്, ഇളയ കുട്ടികളോട് കരുണ കാണിക്കാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. വലം യുവക്കിർ കബീറന, നമ്മിലെ വലിയവരോട് ആദരവ് വിളച്ചു പുലർത്താത്തവനും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ വിശാലമായിട്ടുള്ള സാമ്രാജ്യത്തിൽ ഒരു പ്രവിശ്യയിലേക്കൊരു ഗവർണർ നിയോഗിക്കുകയാണ്. ആ ഗവർണർക്കുള്ള നിയമന ലെറ്റർ തയ്യാറാക്കുമ്പോൾ ആ ലെറ്റർ വാങ്ങാൻ വേണ്ടി ആ ഗവർണർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ പേരക്കുട്ടിയെ അദ്ദേഹം ലാളിക്കുന്നതാണ് കണ്ടത്. അദ്ദേഹം ഉമറിനോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ കുട്ടികളെ ഉമ്മ വയ്ക്കാറുണ്ടോ എന്ന്. അദ്ദേഹം പറഞ്ഞു, ഉമ്മ വയ്ക്കാറുണ്ട്. താങ്കൾ അങ്ങനെ ചെയ്യാറില്ലേ എന്ന് ചോദിച്ചു. താങ്കൾക്ക് എത്ര മക്കളുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 7 മക്കളുണ്ട്, പക്ഷെ ഒരാളെപ്പോലും ഞാൻ ഇന്നവരെ ചുംബിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ നിയമന ലെറ്റർ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഖലീഫ കീറിക്കളയുകയാണ്. സ്വന്തം മക്കളോട് പോലും കരുണയില്ലാത്ത താങ്കളെ ഒരു നാടിൻ്റെ ഗവർണറായി അവിടെയുള്ള ഇളം തലമുറയോട് കരുണ കാണിക്കാൻ എങ്ങനെ താങ്കളെ നിയമിക്കാൻ എനിക്ക് കഴിയും എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഗവർണറുടെ നിയമനം പോലും റദ്ദാക്കുന്ന ഒരു സമീപനത്തിലേക്ക് മാറുന്നുണ്ട്. പറഞ്ഞു വരുന്നത് നിസ്സാരമല്ല കാര്യങ്ങൾ. നല്ല മക്കൾക്ക് നല്ല രക്ഷിതാക്കൾ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ മക്കൾ നന്നായിട്ടുണ്ട് എങ്കിൽ അതിൽ നിങ്ങളുടെ ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെയാണ് എങ്കിൽ നിങ്ങളുടെ മക്കൾ മോശമായിട്ടുണ്ട് എങ്കിൽ അതിലും നിങ്ങളുടെ ഉത്തരവാദിത്തമുണ്ട് എന്നത് തന്നെയാണ്. മക്കളുടെ നല്ല ഭാവിയിൽ ഏറ്റവും നല്ല ഗുണപരമായ ഇടപെടലുകൾക്ക്, കൃത്യമായ ഇടപെടലുകൾ സമയങ്ങളിൽ നടത്താൻ രക്ഷിതാക്കൾ എന്ന നിലയിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരം നല്ല രക്ഷിതാക്കളായി ജീവിച്ചു വളരാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന അസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ ഉസീകും സാനിയൻ ബിത്തഖ്വ. അല്ലാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ശഅബാൻ മാസത്തിലെ 8ാമത്തെ ദിവസമാണ്. പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് സമാഗതമാകാനിരിക്കുന്നു. ശഅബാൻ ഏറെ സവിശേഷമായ ഒരു മാസമാണ്.
എന്നാൽ ഈ മാസത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കാത്ത പലതും സമൂഹത്തിൽ ആചരിച്ചു വരുന്നുണ്ട്. അതിലൊന്നാണ് ഷഅബാൻ 15 പ്രത്യേകമായ നോമ്പും പ്രത്യേകമായ ഖുഷിയായ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കൽ. ബറാഅത്ത് രാവ് എന്നാണ് നമ്മളതിന് പറയൽ. അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്നും സ്ഥിരപ്പെടാത്തതും അല്ലെങ്കിൽ അത്തരം ഒരു രീതി പ്രവാചകൻ തൻ്റെ ജീവിതത്തിൽ കാണിച്ചു തരാത്തതുമായിട്ടുള്ള ഒരു അനാചാരമാണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ സലാത്തുൽ അൽഫിയ എന്ന് പറയുന്ന ഒരു റക്അത്തിൽ 1000 വട്ടം ഖുൽ ഹുവല്ലാഹു ഓതിക്കൊണ്ടുള്ള 2 റക്അത്ത് നമസ്കാരം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയില്ലാത്തതും പുതിയ കാലഘട്ടത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള സംഗതിയാണ്. മറ്റൊന്ന് സലാത്തുൽ റവാഇബ്, ആഗ്രഹ സഫലീകരണത്തിലുള്ള നമസ്കാരം എന്നാണ് പറയുന്നത്. ഷഅബാൻ 15 പ്രത്യേകമായ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള നമസ്കാരങ്ങൾ സംഘടിപ്പിക്കുക. ഇതൊന്നും അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ദീനുൽ ഇസ്ലാമിൽ ശരിയായി വരാത്തതാണ്. ബിദ്അത്തുകളെ വളരെ കൃത്യമായി ഹറാമുകളേക്കാൾ ഗൗരവത്തിൽ കണ്ടു മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം ഹറാമാണ് ചെയ്യുമ്പോൾ ചെയ്യുന്നത് ഹറാമാണ് എന്ന ബോധം ഉണ്ടാകും. ബിദ്അത്ത് ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ നല്ലതാണ് ചെയ്യുന്നത് എന്ന ബോധ്യത്തിലായിരിക്കും അയാൾ ചെയ്യുക, അയാളെ തിരുത്താൻ കഴിയില്ല. അതുകൊണ്ട് ഗൗരവത്തോടു കൂടി ഈ കാര്യത്തെ കാണേണ്ടതുണ്ട്. ഇനി ഈ മാസത്തിൻ്റെ പ്രത്യേകത, അള്ളാഹുവിൻ്റെ റസൂൽ മറ്റു മാസങ്ങളെക്കാൾ കൂടുതലായി നോമ്പെടുത്തിരുന്ന മാസമാണ് എന്നുള്ളതാണ്. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതായി, ശരിയിൽ നിന്ന് കണ്ടതായി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റിപ്പോർട്ട് ചെയ്യാണ്. ലം യകുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഷഹറൻ അക്സറ മിൻ ഷഅബാൻ, ഷഅബാനിലേക്കാൾ അധികരിച്ച് പ്രവാചകൻ നോമ്പെടുത്ത ഒരു മാസത്തെ ഞാൻ കാണുന്നില്ല. ഫഇന്നഹു കാന യസൂമു ഷഅബാന കുല്ലു, അങ്ങനെ നോക്കിയാൽ ഷഅബാനിൽ എല്ലാ ദിവസവും നോമ്പെടുത്ത പോലെയാണ് തോന്നുക. എന്ന് വെച്ചാൽ റമദാനിലെ പോലെ എല്ലാ ദിവസവും നോമ്പെടുത്തു എന്നല്ല, പരമാവധി എല്ലാ സുന്നത്ത് നോമ്പുകളും തിങ്കളും വ്യാഴവും അയ്യാമുൽ ബീറും അതേപോലെയുള്ള എല്ലാ നോമ്പുകളും പ്രവാചകൻ ആ മാസത്തിലെടുത്തു എന്നാണ് അതിൻ്റെ വിശദീകരണത്തിൽ കാണുന്നത്. ഇവിടെ പ്രത്യേകമായി കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നോമ്പുകളുണ്ട് എങ്കിൽ ആ നോമ്പുകൾ പിടിച്ചുപെട്ടാൻ സഹോദരിമാരടക്കമുള്ളവർ പ്രത്യേക ശ്രദ്ധ വയ്ക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ അത്തരം കാര്യങ്ങളൊക്കെയും നോറ്റുവിട്ടാനും ഏറ്റവും നല്ല കടമകളൊക്കെ നിർവഹിച്ച പോലെ പരിശുദ്ധ റമദാനെ വരവേൽക്കാനും ഞാനും നിങ്ങളും തയ്യാറാകേണ്ടതുണ്ട്. അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും